ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചല്ല, ഒരു ആശയത്തെക്കുറിച്ചാണ്. പക്ഷെ ഇതിന്റെ ആധാരം ദ സയൻസ് ഡെലൂഷൻ എന്ന് പറഞ്ഞ റോബർട്ട് ഷെൽഡ്രേക്കിന്റെ പുസ്തകമാണ്. ഇത് 2012 ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോബർട്ട് ഷെൽഡ്രേക്കിന്റെ ഒരു ബാൻ ടെക് ടോക്ക് ഉണ്ട്. അത് ഈ ഇടയ്ക്ക് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഒന്നുകൂടി അത് കാണാനിട വന്നു. അപ്പോ അത് കാണാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടിയിൽ ഞാൻ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ഇതുവഴിയാണ്, നമ്മുടെ കോപ്പൈലറ്റ് വഴിയാണ് ഞാനത് ആക്സസ് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഫേവേഴ്സ് എന്താ പറയാ ഫിസിക്കലിസം, അല്ലെങ്കിൽ എന്താ പറയാ ഈ മെറ്റീരിയലിസ്റ്റിക് സയൻസിനെയാണ് ഹെവിലി ഡോക്യുമെന്റ്സ് ഒക്കെ ഓവർ റെപ്രസെന്റഡ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹെറ്ററോഡോക്സ് വ്യൂ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു ഓർമ്മ വന്നത്. അപ്പോ ഈ ടെക്ടോക്ക് ബാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽഡ്രേക്ക് 10 ചോദ്യങ്ങളാണ് മറ്റേ ഈ പുസ്തകത്തില് പേജ് 7-ലാണെന്ന് തോന്നുന്നു. ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് വരും. ഈസ് നേച്ചർ മെക്കാനിക്കൽ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അതായത് ഈ എന്താ പറയാ മോഡേൺ സയൻസ് അല്ലെങ്കിൽ സയൻസിന് ഒരു മെറ്റാഫിസിക്സ് ഉണ്ട്. അതായത് ലോജിക്കൽ പോസിറ്റിവിസം എന്നാണ് എന്താ പറയാ ഫിലോസഫിയെ പറയുന്നത്, അല്ലെങ്കിൽ സയന്റിസം, അതല്ലെങ്കിൽ ശാസ്ത്രമാണ് ഏക മാർഗം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ നേച്ചർ മെക്കാനിക്കൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ ആൻഡ് എനർജി ആൾവേസ് ദ സെയിം. മൂന്നാമത്തത് ആർ ദ ലോസ് ഓഫ് ദി നേച്ചർ ഫിക്സ്ഡ് ആണോ എന്നാണ്. മാറ്റർ അൺകോൺഷ്യസ് ആണോ, അതായത് നേച്ചർ പർപ്പസ്ലെസ് ആണെന്നാണ് അസ്യൂം ചെയ്യണേ. അതുകൊണ്ട് ചോദ്യം ഈസ് നേച്ചർ പർപ്പസ്ലെസ്, ഈസ് ഓൾ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് മെറ്റീരിയൽ. ഒരു ബയോളജിയുടെ ആധാരം മെറ്റീരിയലിസത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് അലോപ്പതി ഒക്കെ ഓടുന്നത്. ആർ മെമ്മറി സ്റ്റോർഡ് ആസ് മെറ്റീരിയൽസ് ട്രേസസ്. പിന്നെ ആർ മൈൻഡ്സ് കൺഫൈൻഡ് ടു ബ്രെയിൻ. അപ്പോ ബ്രെയിനിന്റെ ആക്ടിവിറ്റി മൂലം എമർജന്റ് കോൺഷ്യസ്നെസ് ഒക്കെ എമർജ് ചെയ്യാന്നുള്ളതാണ് അവര് പറയുന്നത്. പിന്നെ ആർ സൈക്കിക് ഫിനോമിന ഇല്യൂസറി, അതായത് ഇപ്പോ എന്താ പറയാ ടെലിപോർട്ടേഷൻ, ഇനി അല്ലെങ്കിൽ നോൺ ലോക്കൽ കണക്ഷൻസ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇലൂസറി ആണോ. പിന്നെ ഈസ് മെക്കാനിസ്റ്റിക് മെഡിസിൻ ദ ഓൺലി കൈൻഡ് ദാറ്റ് റിയലി വർക്ക്സ്. ഇതാണ് ഈ 10 ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം. പിന്നെ 11ാമത്തെ ചോദ്യമല്ല, അടുത്ത ചാപ്റ്റർ പുള്ളി പറയുന്നത് എന്താ പറയാ ഒബ്ജക്റ്റിവിറ്റി പോസിബിൾ ആണോ എന്നുള്ളതാണ്. പിന്നെ ഒരു പോസിബിൾ റോഡ് അഹെഡ് വേർ ഇപ്പോഴത്തെ സയന്റിഫിക് ഡോഗ്മയും ഇനിയിപ്പോ അതിന്റെ ഗ്യാപ്സ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം ബൈ ആക്ച്വലി എക്സ്പാൻഡിങ് ദ ഹൊറൈസൺ ഓഫ് എന്താ പറയാ സയൻസ് ബൈ ആഡിങ് ക്വാളിറ്റേറ്റീവ് തിങ്. റോജർ പെൻറോസ് അതിന്റെ ഒരു വക്താവാണ്. എങ്ങനെ ഫിസിക്സിലെ കോൺഷ്യസ്നസ് സ്റ്റഡീസ് ഒക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനെക്കുറിച്ച് പുള്ളി എംബറേഴ്സ് ന്യൂ മൈൻഡ്, ഷാഡോസ് ഓഫ് ദി മൈൻഡ് എന്നൊക്കെ പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകം സയൻസ് ഡെലൂഷൻ എന്നാണ്, അതായത് ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞ റിച്ചർഡ് ഡോക്കിൻസ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ശാസ്ത്ര വിഭ്രാന്തി ഇതാണ് ഈ പുസ്തകത്തിന്റെ ഇത്. അപ്പൊ റോബർട്ട് ഷെൽഡ്രേക്കിന്റെ ആ ടോക്ക് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. അപ്പോ നേച്ചർ മെക്കാനിക്കൽ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെക്കാനിസ്റ്റിക് വ്യൂ ഓഫ് നേച്ചർ ഡേറ്റ്സ് ബാക്ക് ടു 17th century. അതായത് ഈ റെനെ ഡെക്കാർട്ടെയാണ് ഒരു താറാവ് ഒരു മെഷീനായിട്ടാണ് പുള്ളി വിഭാവനം ചെയ്തത്. അപ്പോൾ റിഡക്ഷനിസം അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഫിലോസഫി പറയുന്നത് എന്താണ്, സം ഓഫ് ദി പാർട്സ് ഈസ് ഈക്വൽ ടു ഹോൾ ആണ്. പക്ഷേ സം ഓഫ് ദി ഈ ഒരു താറാവിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് പാർട്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു താറാവിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് റീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുതരം വൈറ്റൽ എലമെന്റ് ഉണ്ട്. വൈറ്റലിസം മോഡേൺ സയൻസ് അംഗീകരിക്കുന്നില്ല. അപ്പോ ഒരു ചലഞ്ച് അവിടെ ഉണ്ട്.
പിന്നെ ഓർഗാനിസംസ് ആർ നോട്ട് മെഷീൻസ്, ദേ ആർ സെൽഫ് ഓർഗനൈസിങ് സിസ്റ്റം വിത്ത് ഇൻഹറന്റ് ക്രിയേറ്റിവിറ്റി എന്നാണ്. അതായത് അവർക്ക് ഒരു എന്താ പറയാ, ഒരു മെക്കാനിസ്റ്റിക് പാരാഡിം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ കോൺഷ്യസ്നെസ്, ലൈഫിന്റെ ഡീപ്പർ മീനിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഭയങ്കര തടസ്സമാണ് ഈ ലിമിറ്റഡ് വേൾഡ് വ്യൂ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദി നേച്ചർ അത് വേണമെന്നാണ് പുള്ളി അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ. അപ്പോ ഇറ്റ്സ് എ വെരി കമ്പലിംഗ് റീഡ്. അത് ആ ടോക്ക് നിങ്ങൾ പുള്ളിയുടെ കാണുക. പിന്നെ മാസ് എനർജി ഈക്വലൻസ്. ഓക്കെ, അപ്പൊ അത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, അങ്ങനെ പല ഫിസിക്കൽ ഫിനോമിനാസ്, എന്താ പറയാ, മാസ് എനർജി ഈസികൾ ടു MC സ്ക്വയർ, ഓക്കെ, എൻട്രോപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിവിയർലി ടെസ്റ്റഡ് ആണ്. ഇപ്പൊ കറണ്ട് ഹൈപ്പോത്തസിസ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഓൾ ഓഫ് ദി ഫിനോമിന. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അത് യൂണിവേഴ്സൽ ആണോ, എല്ലായിടത്തും ബാധകമാണോ, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഇത്. പിന്നെ എന്ന് വെച്ചാല് നേച്ചറിന്റെ ലോ ഫിക്സ്ഡ് ആണോ. അപ്പൊ അതൊരു എന്താ പറയാ, നമ്മളൊരു എന്താ പറയാ, ഒരു യൂണിഫൈഡ് തിയറി ഓഫ് എവരിത്തിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഡെസ്പൈറ്റ് അവർ അറ്റംപ്റ്റ് ഇറ്റ് ഡസൻ എന്താ പറയാ, വി ആർ നോട്ട് സക്സസ്ഫുൾ. അപ്പൊ ന്യൂട്ടോണിയൻ ഫിസിക്സ്, ക്യാവോസ് തിയറി, പിന്നെ ന്യൂട്ടോണിയൻ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിറ്റി, ക്യാവോസ് തിയറി, പാർട്ടിക്കിൾ ഫിസിക്സ്, ഇവിടേക്ക് ഒരു എല്ലാം കൂടി ചേർത്തിട്ടൊരു എന്താ പറയാ, ഗ്രാൻഡ് യൂണിഫൈഡ് നറേറ്റീവ് ഇതുവരെയായിട്ടും പോസിബിൾ ആയിട്ടല്ല. അപ്പോ പുള്ളിയുടെ ഈ ഷെൽഡ്രേക്കിന്റെ ഒരു കൺസെപ്റ്റാണ് മോർഫിക് റെസൊണൻസ്. അതായത് ഈ ഒരു ഏതെങ്കിലും ഒരു സ്പീഷ്യസിന് അല്ല ഒരു മെമ്പർക്ക് എവിടെയെങ്കിലും ഒരു ട്രെയിറ്റ് പുതിയത് കിട്ടി, അല്ലെങ്കിൽ ഒരാൾ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചു, വിത്തിൻ 6 months, അത്രയും കൂടി വേണ്ടാന്ന് പറയണേ, ഈ ട്രെയിറ്റ് എല്ലായിടത്തും എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അതേമാതിരി ഈവൻ സ്പീഡ് ഓഫ് ദി ലൈറ്റ്, ഓക്കെ, 1,86,000 miles അല്ലെങ്കിൽ 3 lakh, അത് തന്നെ എല്ലായ്പ്പോഴും ഒന്നും ഒരേ വാല്യൂ ഒന്നും അല്ല. 20 kilometer വേരിയേഷൻ ഒക്കെ ഉണ്ട്. അത് ഫോർ കൺവീനിയൻസ് അത് ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോ നേച്ചറിന്റെ ലോ ഫിക്സ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്, അപ്പൊ നേച്ചർ മെക്കാനിക്കൽ ആണോ എന്നുള്ളതിന് ചലഞ്ച് ഉണ്ട്. മാസ് എനർജി ഈക്വലൻസ്, ഈക്വൽ ടു MC സ്ക്വയർ പ്ലസ് മറ്റേ എൻട്രോപ്പി, ഡാർക്ക് മാറ്റർ, ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ലോസ് ഓഫ് ദി നേച്ചർ ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് പല when we try to investigate. ഇപ്പൊ ഫിക്സ്ഡ് ആണെന്നുള്ള അസംഷനിൽ ചെയ്യുമ്പോൾ പല ഫിനോമിനാസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാറ്റർ കോൺഷ്യസ്നെസ് ആണോ, കോൺഷ്യസ് ആണോ, അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഒരു ഈസ് മാറ്റർ അൺകോൺഷ്യസ് എന്നാണ് പുള്ളിയുടെ ചോദ്യം. ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ സാധനം ഒരു ആധാര വസ്തു അല്ലെങ്കിൽ ഒരു ബേസിസ് ആണെന്നാണ് ഇന്ത്യയുടെ വേദാന്ത, പാൻ സൈക്കിസം, അനലിറ്റിക്കൽ ഐഡിയലിസം, മെറ്റാഫിസിക്സ്, ഈവൻ റോജർ പെൻറോസ് ഇതൊക്കെ അങ്ങനെ ഒരു പാൻ സൈക്കിസം ക്യാമ്പിലാണ് വരുന്നത്. പാൻ മെറ്റീരിയലിസം, പിന്നെ ഇലൂഷനിസം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതുണ്ട്. ഇലൂഷനിസ്റ്റ് ക്യാമ്പും മെറ്റീരിയലിസ്റ്റ് ക്യാമ്പും പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എമർജ് ചെയ്യണമെന്നാണ്. അപ്പൊ ഒരു കാര്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാല്, ഈ അക്കോർഡിംഗ് ടു വെസ്റ്റേൺ ഫിലോസഫി, ബോത്ത് മെറ്റീരിയലിസ്റ്റ് സ്കൂൾ ആസ് വെൽ ആസ് ദി ഇലൂഷനിസ്റ്റ് സ്കൂൾ, ഒരാള് കോമ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾ കോൺഷ്യസ് അല്ല. പക്ഷേ ആസ് പെർ ഈസ്റ്റേൺ ഫിലോസഫി ആൻഡ് വേദാന്ത, ഈവൻ ഇഫ് ഹീസ് ഇൻ എ കോമ സ്റ്റേറ്റ്, പ്രാണൻ ഇല്ലാത്തോളം കാലം അയാൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. കാരണം കോൺഷ്യസ്നെസ് ആണ് എല്ലാത്തിൻ്റെയും ആധാരം എന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോ നേച്ചറിന് പർപ്പസ് ഉണ്ടോ? ഈ ഒരു മൈൻഡ്ലെസ് റിപ്പീറ്റബിൾ പ്രോസസ്, വേരിയേഷൻ, സെലക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് ഈ കാണുന്ന വൈവിധ്യതയുടെ എല്ലാം ഹേതു എന്നാണ് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ പറയുന്നത്. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മിക്ക ഓർഗാനിസംസിനും ഒരു ഗോളും എന്താ പറയാ ഇന്റൻഷനൊക്കെ ഉള്ള മാതിരിയാണ് അവരുടെ ബിഹേവിയർ. അപ്പോ എന്താ പറയാ, ഒരു
പർപ്പസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി ആർഗ്യൂ ചെയ്യുന്നത്. ടെലിയോളജി, സയൻസ് ഓഫ് പർപ്പസ്, ഓക്കെ, അത് ബയോളജിയുടെ ഭാഗമല്ല. പക്ഷെ റോബർട്ട് ഷെൽഡ്രേക്ക് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളി ഈ പുസ്തകത്തില് നേച്ചറിന് പർപ്പസ് ഉണ്ടെന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഈ റോബർട്ട് ഷെൽഡ്രേക്കിന്റെ ഈ വ്യൂ പോയിന്റിന് ഒരു ചരിത്രപരമായ കാരണം 1968 പ്രോപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രാന്റ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ പുള്ളി ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന വേദാന്തം സൂഫിസം ഒക്കെ ആയിട്ട് പുള്ളിക്ക് എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയാ, സയന്റിസം, അതായത് സയൻസ് ഹസ് ഗോട്ട് ഓൾ ദി ആൻസർ, അല്ലെങ്കിൽ പ്രോമിസറി മെറ്റീരിയൽസിന്റെ വക്താക്കള് പല കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്സ് വരാറുണ്ട്. പിന്നെ ഈസ് ഓൾ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് മെറ്റീരിയൽ, DNA alone cannot explain the full complexity of inheritance എന്നാണ് അദ്ദേഹം ഇത് ചെയ്തേ. അതായത് ഒരു മോർഫിക് ഫീൽഡ്സ് മേ പ്ലേ എ റോൾ ഇൻ ട്രാൻസ്മിറ്റിംഗ് ഫോം ആൻഡ് ബിഹേവിയർ. ഓക്കെ, ഒരു കോൺഷ്യസ്നസ് ഫീൽഡ് അല്ലെങ്കിൽ എന്താ പറയാ മൈൻഡ് ബിയോണ്ട് ദ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് പൊതുവെ ഈസ്റ്റേൺ ഫിലോസഫിയും പാൻസൈക്കിസ്റ്റുകളും ഇനി അതേമാതിരി തന്നെ പീപ്പിൾ ഹു ബിലീവ് ഇൻ ഐഡിയലിസം ഇത് തന്നെ. പിന്നെ എന്താ പറയാ, എപ്പിജനറ്റിക്സ് ഡസ് ഷോ ദാറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻഹെറിറ്റൻസ്. അപ്പോ എന്താ പറയാ, ഈ ബിഹേവിയറൽ ആൻഡ് കൾച്ചറൽ ട്രേറ്റ്സ് ഓരോ കൾച്ചറിൽ നിന്ന് ത്രൂ സ്റ്റോറീസ് ട്രേറ്റ്സ് അങ്ങോട്ട് അടുത്ത ജനറേഷനിലോട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ എന്താ പറയാ, ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് മാത്രമല്ല, വി ഇൻഹെറിറ്റ് അതർ തിങ്സ് ആസ് വെൽ. അപ്പോ അത് ഒരു റിയാലിറ്റിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഈ മെമ്മറി മെറ്റീരിയൽ ട്രേസസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യണത്. അതായത് ഈ ഒരു ബ്രെയിനിലാണ് മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളതാണ് മെറ്റീരിയലിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിസിക്കലിസം പറയുന്നത്. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോർഫിക് റെസോണൻസ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എന്താ പറയാ, മെമ്മറി റിട്രീവൽ റിസംബിൾസ് റെസോണൻസ് മോർ ദാൻ മെക്കാനിക്കൽ റീകോൾ. അപ്പൊ മോർഫിക് റെസോണൻസും കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ മെമ്മറീസിനെ, അല്ലെങ്കിൽ ഒരു മെമ്മറി ഓഫ് അവേഴ്സ്, ഒരു ഫീൽഡ് ഉണ്ട് എല്ലാ ബോഡിക്ക് ചുറ്റും. അപ്പോ മൈൻഡ്, മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ